ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്നറിയോ? പ്രതീക്ഷയുടെ അമിതഭാരമൊന്നുമില്ലാതെ എൻ്റെ വിധിയും എൻ്റെ നാളെയും നിർണ്ണയിക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് വീണ് കിടന്നിടത്തു നിന്ന് എനിക്ക് ഞാനേ തുണയുള്ളൂ എന്ന ബോധ്യത്തിൽ തലയുയർത്തി ഇനിയൊരിക്കലും കാലിടറില്ല എന്ന ശാഠ്യത്തിനപ്പുറം ആ വീഴ്ച നൽകിയ പാഠം എന്താണോ അത് മനസ്സിലാക്കി തനിക്ക് ചുറ്റിലും ആർക്കെങ്കിലും ഒരു കൈത്താങ്ങാകണം എന്ന് തോന്നുമ്പോൾ രണ്ടാമതൊന്നും ചിന്തിക്കാതെ മൂന്നാമതൊരാൾ അറിയാതെ അവരെ പിടിച്ചുയർത്താൻ നിങ്ങൾക്ക് കഴിയുന്നിടത്താണ് ജീവിതം ആസ്വദിക്കാൻ തക്കവണ്ണം അർത്ഥവത്തായി മാറുന്നത്. എൻ്റെ നേട്ടങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ വേദനകൾ, എൻ്റെ സന്തോഷങ്ങൾ എന്നിങ്ങനെ എല്ലാത്തിനും നടുവിൽ ഞാനാണെന്നും മറ്റുള്ളവർ അത് കഴിഞ്ഞേ ഉള്ളൂ എന്ന് വിശ്വസിക്കുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾ നമ്മളെ പൊതിയുമായിരിക്കും. പക്ഷേ മനുഷ്യനെന്ന നിലയിൽ നമ്മൾ കുറേ ഒറ്റപ്പെടും. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് യൗവനത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടുമിക്ക മനുഷ്യരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരിക്കലും ലഭിക്കുകയില്ല എന്ന് കരുതി ജീവിക്കുന്നവരോട് ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ: വിശന്നിരിക്കുന്നവർക്ക് അന്നവും തകർന്നിരിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങും വെറുപ്പ് മാത്രം കണ്ടു വളർന്നവർക്ക് ഒരൽപ്പം സ്നേഹവും നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, ആ ചെയ്തികൾ ആരെയും വിളിച്ചറിയിക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, ഉത്തരമില്ല എന്ന് നിങ്ങൾ കരുതിയ ആദ്യ ചോദ്യത്തിന് മനസ്സ് നിറയ്ക്കുന്നൊരു ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും.